Assalamualaikum, welcome back to my channel. Apa ida ഞങ്ങള് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് മെഹന്തി എൻ്റെ കല്യാണത്തിരക്കിൻ്റെ ഷോട്ടൊക്കെ കണ്ടല്ലോ, ഹൽദീൻ്റെതൊക്കെ കണ്ടു. അപ്പോൾ ഇന്ന് മെഹന്തി ആണ്. അതിന് വേണ്ടിയിട്ട് ഇതാ എല്ലാവരും പച്ച ഒക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, വരുന്നുണ്ട്. ഫിദ 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 നടന്നോടാ അഞ്ചാതെ. അങ്ങനെ ഇതാ എല്ലാവരും റെഡിയായി കണ്ടല്ലോ. എല്ലാവരും പച്ച തന്നെയാണ് ഇട്ടത്. ഇന്ന് ഡ്രസ് കോഡ് പച്ചയാണ്, മെഹന്തി ആയതുകൊണ്ട്. അങ്ങനെ ഇതാ ബസ്, 2 ബസ്സും ഇന്നലെ ഒരു വലിയ ബസ് എടുത്തിട്ട് പിന്നെ അത് കുറച്ചൊരു കൺജസ്റ്റഡ് ആയപ്പോൾ ആൾക്കാർ കൂടി, കുട്ടികളൊക്കെ ഉള്ളതല്ലേ, എല്ലാവരും ഇരിക്കാൻ കുറച്ച് കൺജസ്റ്റഡ് ആയപ്പോൾ ഇന്ന് പിന്നെ വേറൊരു ബസ് വാങ്ങിച്ചിരുന്നു ഹൽദി ഡേക്ക്. അപ്പോൾ ഇന്നും സെയിം തന്നെ 2 ബസ്സിൽ ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിതാ കാറിൽ പോയിട്ട് ഞങ്ങളും എത്തി. അപ്പോൾ എല്ലാവരും ഇതാ വെൽക്കം ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് അകത്ത് കയറുന്നുണ്ട്. അപ്പോൾ ഇതാ സിയാദും കുട്ടികളും അവരും വേറെ വണ്ടിയിൽ അവരും എത്തിയിരുന്നിട്ടാ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ മെഹന്തിൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പച്ചയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും പച്ച ഇടാൻ പറ്റിയവരൊക്കെ പച്ച ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇതാ സിസ്റ്റേഴ്സ് എല്ലാവരും അവനെ ഹഗ് ചെയ്തിട്ട് എല്ലാവരും എല്ലാ ഹാപ്പിയിലാണ്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു സന്തോഷം പങ്കിടുന്നുണ്ട്, കാണുന്നുണ്ട്. ഒരാളുടെ മുഖത്തിലും ആ സന്തോഷം കാണുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവർ രണ്ടാളും അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാം ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത്, ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അധികം എടുത്തു കേട്ടാ. അങ്ങനെ എടുത്തു. പിന്നെ എൻ്റെ വക കുറേ ഷോർട്ടൊക്കെ എടുത്തു. ഷോർട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം ഞാൻ ഷോർട്ടൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കല്യാണത്തിൻ്റെ വീഡിയോ എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് ലേറ്റായി പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് എഡിറ്റിങ്ങും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തതല്ല കേട്ടോ, ആരെങ്കിലും എടുത്ത വീഡിയോസൊക്കെയാണ് എനിക്ക് കളക്ട് ചെയ്തിട്ട് അതൊന്ന് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പണിയുണ്ട്. ആ ഒരു റിസ്ക് കൂടി ഏറ്റെടുക്കണമല്ലോ. കാരണം നിങ്ങളുടെ മുമ്പിലേക്ക് കല്യാണ വീഡിയോ ആയാലും ഹൽദിൻ്റെ വീഡിയോ, മെഹന്തിൻ്റെ ഒക്കെ എത്തിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ലേറ്റായി പോകുന്നത്. കിട്ടുന്ന ടൈം കൊണ്ടാണ് ഞാൻ അത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാണാത്തവരാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് എനിക്കെന്നും അത്യാവശ്യമാണ്. ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇതാ പിന്നെ പാട്ട് അവിടെ മൈക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ട് പാടുന്നവർക്കൊക്കെ പാട്ട് പാടാം. പിന്നെ ആരും പാടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവളിതാ പാടുന്നുണ്ട്. ഇവളെ പാട്ട് നല്ല രസമുള്ള പാട്ടാണ് കേട്ടോ. അപ്പോൾ അവള് പാടാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് കയറ്റിയതാണ്. അപ്പോൾ എന്നാലും അവള് നല്ല രീതിയിൽ തന്നെ പാടി. അപ്പോൾ ഇതാവൻ അബ്ഹാൻ, ഇത് ഇവൻ്റെ ചെറുപ്പം തൊട്ടുള്ളൊരു കളിക്കൂട്ടുകാരനാണ്. അവർ +2 കഴിഞ്ഞിട്ടാണ് അവർ 2 പേരും ഒരു സ്ഥലത്തോട്ട് മാറിയത്. എന്നാലും ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഡീപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. നമുക്കും അങ്ങനെ തന്നെയല്ലേ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു വൈബ് തന്നെയല്ലേ. അതും ചെറിയ ഫസ്റ്റ് മന്ത് തൊട്ട് ജനിച്ച അന്ന് മുതൽ ഒന്നിച്ചുള്ള ഒരു കൂട്ടുകാരനാവുമ്പോൾ അത് വേറൊരു ലെവലാണ്. പിന്നെ അങ്ങനെ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതാ സറീന കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. എന്നാലും അൽഹംദുലില്ലാഹ് പറ്റുന്നവരെല്ലാവരും ഹൽദി ഡേക്കും മെഹന്തി ഡേക്കും ഒക്കെ പങ്കെടുത്തിരുന്നു കേട്ടാ. അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ ഓരോ ഇതും നമുക്ക് കാണാം. അതിൻ്റെ ഓരോ വിവരങ്ങളും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതാ
അപ്പോൾ ഹൽദി ഡേയിൻ്റെ ദിവസങ്ങൾ ഇതവിടെ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ മെഹന്തി അവർ നേരത്തെ പെണ്ണ് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടാകും. പക്ഷേ ഇതൊരു ചടങ്ങിനായിട്ട് അങ്ങനെ അവരുടെ കയ്യിൽ വെറ്റില വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മെഹന്തി വരച്ചു കൊടുക്കലാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് കയറിയിട്ട് ഫോട്ടോസും അതിനൊപ്പം തന്നെ അവർക്ക് സീറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി എല്ലാവരും ഒരാളായിട്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കും ഫോട്ടോസും വീഡിയോസായിട്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെ ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. സംസമിന്റെ ചരിത്രത്തിലുണ്ട് ഹാജറ, സഫാ മർവ കഥയിലും ബീവി ഹാജറ. അമ്പിളിച്ചേലുള്ള തിമ്പർ മണമുള്ള അമ്പത്തരുളിയ പൂമുത്ത് ഹാജറ.
അപ്പോൾ ഇതാ കണ്ടല്ലോ, എല്ലാവരും നല്ല ആവശ്യത്തിൽ തന്നെയായിരുന്നു. മണവാട്ടീൻ്റെ കസിൻസും പിന്നെ ഞങ്ങളുടെ കുട്ടികളും എല്ലാം കൂടിയിട്ട് നല്ല ഒപ്പനയും പാട്ടുമൊക്കെ ഇട്ടിട്ട് നല്ല പോലെ അവരെല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഓരോ പാട്ടും അതിന് ഒപ്പിച്ച് മ്യൂസിക്കും ഇവർ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത പോലെയാണ് ഇവരുടെ ഓരോ കളികളും കാണുമ്പോൾ കണ്ടിരുന്നു പോകും. അത്രയ്ക്ക് നല്ല ഒരു വൈബായിരുന്നു. പിന്നെ അവരിതാ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഉള്ള പരിപാടിയാണ്. ഞങ്ങൾ സിസ്റ്റേഴ്സ് 3 പേരും കൂടിയിട്ടിരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഓരോ കഥകൾ പറഞ്ഞ് ചിരിച്ചതാണ്. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ നേരത്തെ കഴിച്ചിരുന്നു. ഇവരായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത് കുട്ടികൾ കഴിക്കുന്ന സമയം കൊണ്ട്. പിന്നെ അത് കഴിച്ചിട്ട് വന്ന് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എല്ലാം ഒന്നുകൂടി എടുത്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് പിരിയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി വരുന്നത് കല്യാണ വീഡിയോ ആണ്. കല്യാണ വീഡിയോൻ്റെ ഓരോ വൈബും നിങ്ങൾ ഓരോന്ന് ആസ്വദിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് കുറച്ചുണ്ട്. അപ്പോൾ അതിനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ലേറ്റ് ആകുന്നത്. അപ്പോൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് ഫൈനലി ലാസ്റ്റാണ് എല്ലാവരും കൂടി പിരിഞ്ഞത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരു പച്ച ഇടുമ്പോൾ ഈ കളർ കോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോസിനൊക്കെ നല്ലൊരു വൈബാണ് കേട്ടോ. അതിപ്പോൾ ഏത് കളറായാലും പച്ചക്കൊരു പ്രത്യേക ഒരു മൈലാഞ്ചി പച്ച ആകുമ്പോൾ പ്രത്യേകിച്ചൊരു വൈബാണ്. അത് ഇന്നലെ മഞ്ഞ ഇട്ടപ്പോഴും മഞ്ഞക്ക് നല്ലൊരു ഫോട്ടോസിലെല്ലാം നല്ലൊരു ക്ലാരിറ്റി ആയിരുന്നു. കാരണം നല്ല കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു. കളർഫുൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ കളറാകുമ്പോൾ ആ ഒരു വൈബ് വേറെയാണ് ഫോട്ടോസിനൊക്കെ. അങ്ങനെ ഇതാ എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നു. അങ്ങനെ ബസ്സുകാർ കഴിച്ചവരൊക്കെ 2 ബസ്സും പോയി. ഒരു ബസ് ബാക്കിയുണ്ട്. ഒരു ബസ്സിൽ പോകാൻ പറ്റിയവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ബസ് പോയി, ബാക്കിയുള്ള ബസ് ഇവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടി പോകുന്നവരും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പിള്ളേരായിട്ട് മക്കൾ മാത്രമായിട്ട് എടുക്കുന്ന വീഡിയോസൊക്കെ ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ്.